2012-2013 സീസൺ ബയൺ മ്യൂണിക്കിനൊപ്പം ട്രിപ്പിൾ നേട്ടം സ്വന്തമാക്കിയ ഒരു താരം. 2015-ൽ അയാൾക്കായി ലിവർപൂൾ താൽപര്യം പ്രകടിപ്പിച്ചു. എന്നാൽ താരത്തെ വിട്ടു നൽകില്ലെന്ന് ബയൺ പ്രതികരിച്ചു. പിന്നാലെ അയാൾ ഇന്റർ മിലാനിലേക്ക് പോയി. എന്നാൽ സീസൺ മോശമായിരുന്നു. ഇതോടെ ഇംഗ്ലീഷ് ക്ലബ് സ്റ്റോക്ക് സിറ്റിയിലേക്ക്, അവിടെ നിന്നും ലിവർപൂളിലെത്തി. ഇപ്പോൾ മേജർ ലീഗ് സോക്കറിൽ ചിക്കാഗോ FC-യുടെ ഭാഗമായ താരം. സ്വിറ്റ്സർലൻഡ് ദേശീയ ടീമിലെ ഷെർദാൻ ഷക്കീറി. കാൽപന്തുമായുള്ള ഈ യാത്രയ്ക്ക് മുമ്പ് അയാൾക്കൊരു കാലമുണ്ടായിരുന്നു. ആ കഥ ഹൃദയഭേദകമാണ്. 4-ാം വയസ്സിൽ സ്വന്തം രാജ്യം വിട്ടു പോകേണ്ടി വന്ന താരം. കൊസോവോ സെർബിയ യുദ്ധമാണ് കാരണം. അയാളുടെ കുടുംബം 1000 മൈൽ അകലെ സ്വിറ്റ്സർലാൻഡിൽ അഭയം പ്രാപിച്ചു. അവിടെ പന്ത് തട്ടി തുടങ്ങി. പണത്തിനായി ഓഫീസുകളിൽ നിലം തുടയ്ക്കുന്ന ജോലി. 1998-ലെ ലോകകപ്പിന്റെ ഫൈനൽ കണ്ട അയാൾ പൊട്ടിക്കരഞ്ഞു. പക്ഷേ ആ കരച്ചിൽ ബ്രസീലിന് വേണ്ടിയായിരുന്നു. സിനദിൻ സിദാന്റെ ഫ്രാൻസ് ബ്രസീലിനെ തകർത്തെറിഞ്ഞ ഫൈനൽ. റൊണാൾഡോ നസരിയോ നിറം മങ്ങിയ രാത്രി. ബ്രസീലിയൻ ഇതിഹാസത്തിന്റെ ആരാധകനായിരുന്ന ഷക്കീറിക്ക് സങ്കടം മറച്ചുവെക്കാൻ കഴിഞ്ഞില്ല. റൊണാൾഡോയെ പോലെ ഒരു ഫുട്ബോൾ താരമാകണം. ആ ആഗ്രഹം ഷക്കീറിയെ മുന്നോട്ട് നയിച്ചു. സ്വപ്നം കണ്ടതിലുമധികം ഫുട്ബോൾ അയാൾക്ക് നൽകിയിട്ടുണ്ട്. ബയണിനും ലിവർപൂളിനുമൊപ്പം ചാമ്പ്യൻസ് ലീഗ് നേട്ടങ്ങൾ, ക്ലബ് ലോകകപ്പ് നേട്ടങ്ങൾ. സ്വിറ്റ്സർലൻഡിലെ തെരുവുകളിൽ പന്ത് തട്ടി തുടങ്ങിയ അയാൾ സ്വന്തമാക്കിയ കിരീടങ്ങൾ ഇനിയും ഏറെയാണ്. 2014 ലോകകപ്പ് മുതൽ എല്ലാ പ്രധാന ടൂർണമെന്റുകളിലും സ്വിറ്റ്സർലൻഡിനായി ഗോൾ നേടിയ താരം. 2018-ൽ റഷ്യൻ ലോകകപ്പിൽ സെർബിയയെ തോൽപ്പിച്ചപ്പോൾ അയാൾക്ക് വികാരങ്ങളെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. ഗോളാഘോഷം വിവാദമായി. ദേശീയ വികാരമുണർത്തുന്ന ആഘോഷം എന്നതാണ് വിവാദ കാരണം. നടപടികളിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. ഓരോ മത്സരത്തിനിറങ്ങുമ്പോഴും അയാളുടെ ബോട്ടിൽ 2 രാജ്യങ്ങളുടെ ദേശീയ പതാകയുണ്ടാകും. ഒന്ന് താൻ കളിക്കുന്ന സ്വിറ്റ്സർലൻഡിനെ, മറ്റൊന്ന് സ്വന്തം രാജ്യം കൊസോവയെ ഓർമ്മിക്കാനും. അയാളുടെ പ്രായം 32. ഒരു ലോക കിരീടമോ യൂറോ കിരീടമോ അയാൾ അർഹിക്കുന്നുണ്ട്. ആ വിജയങ്ങളിലേക്ക് സ്വിറ്റ്സർലൻഡ് വിങ്ങർ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കാം.